നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാശ് വാങ്ങാനല്ല ഞാൻ വന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അനുബേട്ടൻ ചെല്ല്. ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മനമാറ്റത്തിൽ കാലാവധി നീട്ടിത്തന്നാലും നാളെ ഒരു സമയം നമ്മൾ ഇതുപോലെ ഒന്ന് വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തന്നെ ആ കടവ് തീരട്ടെ. നിങ്ങൾ എല്ലാരും ഞാൻ പറയുന്നത് കൂടെ ഒന്ന് മനസ്സിലാക്ക്. അനൂപ് എനിക്ക് തരാനുണ്ടായിരുന്ന മുതലും പലിശയും കിട്ടി. ആ കാര്യവും പറഞ്ഞ് നിങ്ങളോടൊരു ക്ഷമയും പറഞ്ഞിട്ട് പോവാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എന്റെ പൈസ വേറൊരാള് തന്നോ? അതാര്? സാറിന്റെ ഭാര്യ ഏറ്റപ്പോ തന്നെ എനിക്കറിയായിരുന്നു ഇത് ഇന്ന് തന്നെ എന്റെ കൈ കിട്ടുമെന്ന്. ആ അനൂപ് എന്ന് പറയുന്നവൻ സാറിന്റെ അളിയനാണെന്ന് നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പരിഹരിക്കാമായിരുന്നു. പ്രശ്നം? എന്ത് പ്രശ്നം? അത് പിന്നെ സാറേ, ഈ കാശ് തരാനുള്ളവരുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ചില നമ്പറുകളൊക്കെ ഇറക്കും. നാണം കെടുത്തിയോ പേടിപ്പിച്ചോ കാശ് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാ. ചിലപ്പോ അതിര് വിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും. അങ്ങനെ സാറിന്റെ സംബന്ധ വീട്ടിൽ ചെന്ന് എനിക്ക് ചിലത് പറയേണ്ടി വന്നു. അത് ഞങ്ങള് പലിശക്കാരുടെ ഒരു രീതിയാ. അയ്യോ, ഇത് എന്റെയും രീതിയാ. എനിക്ക് വേണ്ടപ്പെട്ടവരെ വേദനിപ്പിച്ച ഇങ്ങനെ ചെയ്യുന്നതാണ് എന്റെ രീതി. ഇപ്പൊ തന്നെ വൃന്ദാവനം വീട്ടിലേക്ക് ചെന്ന് ഇന്നലെ പറഞ്ഞതിനും കാണിച്ചതിനും ഒക്കെ മാപ്പ് പറഞ്ഞോണം. ശരി. പിന്നെ ഈ പണം ആര് തന്നെന്ന് ചോദിച്ചാ ഞാനാണെന്ന് പറയുകയും വേണ്ട, മനസ്സിലായോ? ഓ, കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിച്ച ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ അകത്ത് കിടക്കും താൻ. ഞാൻ തരാനുള്ള പൈസ ആരാ തന്നെന്ന് ചേട്ടൻ പറഞ്ഞില്ലല്ലോ. ആ രഹസ്യം ആരോടും പറയരുതെന്നാ തന്നയാള് പറഞ്ഞത്. കാശിന്റെ ഇടപാടുകാർക്ക് ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടി വരും. പ്രത്യേകിച്ച് പറയരുതെന്ന് പറഞ്ഞ് എന്നെ കാശ് ഏൽപ്പിച്ചതുകൊണ്ട് ആ കാര്യം ഞാൻ ആരോടും പറയില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും ദാ എവിടെ തീർന്നു. സൗകര്യം പോലെ അനൂപ് വീട്ടിലേക്ക് വന്നാ മതി. ഒപ്പിട്ട് തന്ന കടലാസുകളൊക്കെ ഞാൻ തിരികെ തന്നേക്കാം. ഇനിയും കാശിന് ആവശ്യം വന്നാ ധനപാലേട്ടന്റെ അടുത്തേക്ക് വന്നാ മതി. എത്രയാ വേണ്ടേന്ന് പറഞ്ഞാ അപ്പ റെഡി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നാലും ആരായിരിക്കും നമ്മളെ ഇത്രയ്ക്കൊക്കെ സഹായിക്കാൻ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.